ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1 ലേഖനം 4 അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിക്കാൻ എന്ന പോലെ നിങ്ങൾ പരിഭ്രാന്തരാകരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകും. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ജീവിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ മേൽ പരിശോധനകൾ ഉണ്ടാകും. അത് അഗ്നി പരിശോധനകൾ ഉണ്ടാകും. അഗ്നി പരിശോധന ഉണ്ടാകുന്നത് നല്ലതാണ്. ഒന്ന്, നമ്മുടെ വിശ്വാസം ആഴപ്പെടും. മറ്റൊന്ന്, ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം നമ്മൾ നിന്ന് ദഹിപ്പിച്ച് കളയുകയും ചെയ്യും. ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ദൈവവചനത്തിലേക്ക് നമ്മൾ ആഴത്തിൽ കടക്കുക. അവിടെ അതിന് മറുപടിയുണ്ട്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നിനക്ക് ലഭിക്കും. ഈ വചനഭാഗം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് 3-4 പേരുകൾ കടന്നു വന്നു. ഈ വ്യക്തികളുമായി എനിക്ക് യാതൊരു വ്യക്തിബന്ധമോ സുഹൃത്ത് ബന്ധമോ ഇല്ല. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ആ വ്യക്തികൾ കേൾക്കുമ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരികയും അവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ ബിൻ എന്ന് അവസാനിക്കുന്ന ഒരു പേരാണ് എനിക്ക് ലഭിച്ചത്. വീണ്ടും ഞാൻ പ്രാർത്ഥനയിൽ ആയിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സന്ദേശം ദൈവാത്മാവ് എന്നെ തോന്നിപ്പിച്ചു. ബിൻ നല്ലതാണ്. അത് നല്ല കാര്യങ്ങൾക്കും മോശമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. വേസ്റ്റ് ഇടുവാനും നല്ല സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനും സാധിക്കും. നമ്മളിൽ നന്മയും തിന്മയും സൂക്ഷിച്ചു വെക്കുവാൻ നമ്മൾ ഇടയാക്കരുത്. നന്മയായിട്ടുള്ളത് ചെയ്ത് മുന്നേറുവാൻ നമുക്ക് കഴിയണം. ദൈവം ആഗ്രഹിക്കുന്നത് നന്മയായിട്ടുള്ളത് സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവിക കാര്യങ്ങൾക്കായി ദൈവഹിതം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നൊരു സന്ദേശവും അതിലുണ്ട്. സ്നേഹമുള്ളവരെ, പത്രോസ്ലീഹ പറഞ്ഞത് അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നമ്മൾ പങ്കുകാരായി. കാരണം ക്രിസ്തു പീഡ സഹിച്ചത് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയും പിതാവിൻ്റെ ഹിതം നിറവേറുവാനും വേണ്ടിയിട്ടാണ്. പിതാവിൻ്റെ ഹിതമായിരുന്നു മനുഷ്യനെ ഭൂമിയിൽ ജനിക്കുക എന്നുള്ളതും മനുഷ്യകുലത്തെ പൂർണ്ണമായ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ ഏകജാതനെ കുരിശുമരത്തിന് വിട്ടുകൊടുത്തുകൊണ്ട്
സഹനങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്ത് മനുഷ്യൻ്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മനുഷ്യർക്ക് രക്ഷ കൊടുത്ത് അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കണമെന്നും സ്വർഗാരോഹണം ചെയ്യണമെന്നും എല്ലാം അവിടുത്തെ ഹിതമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ, ക്രിസ്തുവിൻ്റെ പീഡകളിൽ ഞാൻ പങ്കുകാരനാകുന്നു എന്നതിൽ ആഹ്ലാദിക്കുക. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. നമ്മളിത് സഹിച്ചത് എന്തിനാണ് എന്ന്, പീഡകൾ നമ്മൾക്ക് ഉണ്ടായത് എന്തിനെന്ന് നമ്മൾ ചിന്തിക്കാതെ ദൈവ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മൾ അത്യധികം ആഹ്ലാദിക്കും. അതിന് പിന്നിൽ ദൈവം നിനക്കായി വെച്ചിരിക്കുന്ന വലിയ ആഹ്ലാദമുണ്ട്, ആഹ്ലാദത്തിൻ്റെ സാഹചര്യമുണ്ട്. അതിനായി നമ്മൾ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിന്ദനങ്ങൾ ഏൽക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിന്ദനം ഏൽക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയാണ് നിങ്ങൾക്ക് സഹനം ഉണ്ടാകുന്നത് എങ്കിൽ എന്താണ് അവിടെ പത്രോസ് ശ്ലീഹ പറഞ്ഞു വെക്കുക? നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. തുടർന്ന് ഉള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. എന്നാൽ എൻ്റെ 19-ാം തിരുവചനം പ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇവിടെ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ ദൈവഹിതമനുസരിച്ച് സഹിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ സഹനങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ദൈവഹിതമായി അവയെ കണ്ടുകൊണ്ട്, ദൈവഹിതമായി നിങ്ങളുടെ സഹനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്താണ് പറയുക? നന്മ ചെയ്തുകൊണ്ട്. സഹനമുണ്ടാകുമ്പോൾ നന്മ ചെയ്യുവാൻ സാധാരണ രീതിയിൽ സാധ്യമല്ല. ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് തങ്ങളുടെ ആത്മാക്കളെ കൊടുക്കുക, അല്ലെങ്കിൽ സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പറഞ്ഞു വച്ചത് ഇതാണ്: അപ്രതീക്ഷിതമായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, പെട്ടെന്നെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രാന്തരാകരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ശ്രവിക്കുന്ന ഏവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ്